ഹലോ നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫോക്കസ് പോയിന്റിലെ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഫോക്കസ് പോയിന്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ആ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ പ്രവർത്തനം, ലാസ്റ്റ് പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അധികം പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാം ക്ലാസ്സിലെ ഫോക്കസ് പോയിന്റ് 2021 ഫോക്കസ് പോയിന്റിലെ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി 3 മൂന്നാമത്തെ പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മൾ ഈ 3 പ്രവർത്തനം അത്ര എളുപ്പമാണ്, അത്രയും രസകരമാണ്. ടോം, പ്രവർത്തനം ഒന്ന് വായിച്ചേ. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _pattern3 എന്ന ഫയൽ നാമമായി നൽകിയിട്ട് സേവ് ചെയ്യാം. അതെ, സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനമാണ്, ഒന്നും വേണ്ട. നമ്മൾ ഇത്രയേ ചെയ്യേണ്ടൂ. ഈ പ്രോഗ്രാം അതേപോലെ കോപ്പി അടിച്ച് ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കുന്നു, സേവ് ചെയ്തിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കുന്നു, എന്നിട്ട് ഇതിനെ ഇതാക്കിയിട്ട് മാറ്റിയിട്ട് സേവ് ചെയ്യുന്നു. പ്രവർത്തനം കഴിഞ്ഞു. സിമ്പിൾ. പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡിയലി ഓപ്പൺ ചെയ്യണം. നമ്മൾ മുൻപുള്ള പാർട്ടിൽ പറഞ്ഞതാണ്. ടോം, എങ്ങനെയായിരുന്നു ഐഡിയലി ഓപ്പൺ ചെയ്യാം? ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, പ്രോഗ്രാമിലേക്ക് വരുന്നു, ഐഡിയലി ഓപ്പൺ ചെയ്യുന്നു. അതെ, നമ്മളിവിടെ ഐഡിയലി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഫയലിൽ ന്യൂ കൊടുക്കുന്നു. നമുക്കൊരു ഫ്രഷ് വിൻഡോ കിട്ടാൻ വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വിൻഡോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൽ ഈ ഒരു പ്രോഗ്രാമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഒത്തും കൊമ്മയും ഒന്നും തെറ്റാതെ ഇതങ്ങനെ തന്നെ ഇവിടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അതേപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മുൻപുള്ള പാട്ടിലൊക്കെ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഐ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ ആയിരിക്കണം ഇതൊക്കെ വരേണ്ടത്. അത് വരുത്താനായിട്ട് ഇത്രയും ചെയ്യേണ്ടു. അതിന് തൊട്ട് മുമ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടാബ് എന്ന് പറയുന്ന നമ്മുടെ കീബോർഡിലെ ടാബ് എന്നൊരു സ്വിച്ച് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പോയിക്കോളും. ബാക്ക് സ്പേസ് അടിച്ചാൽ ബാക്കോട്ടും വന്നോളും. അത്തരത്തിലാണ് നമ്മളിത് ഇവിടെയുള്ള സാധനത്തെ ഇവിടേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. അതായത് പ്രവർത്തനത്തിൽ പറഞ്ഞ അതേ സ്ഥാനത്ത് അതേ കാര്യങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയിട്ട് ഫയലിൽ സേവ് കൊടുക്കുന്നു. എന്നിട്ട് സേവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സേവ് exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _pattern3 എന്ന് പറഞ്ഞ് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ exam10 ഉണ്ട്. exam10നകത്ത് എൻ്റെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 ആണെങ്കിൽ അത് കൊടുത്തു, _pattern3 എന്ന് പറഞ്ഞിട്ട് സേവ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തനം സേവായി. ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കുന്നു. ഈ ഒരു സംഭവം തന്നെയല്ലേ നമുക്കിവിടെ കിട്ടുന്നത് എന്നറിയാനായിട്ട് റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രവർത്തനം ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ പ്രവർത്തനത്തിലുള്ളത് നോക്കാം. ഇത് തന്നെ ഔട്ട്പുട്ടിൽ പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെ വളരെ രസകരമായിട്ട്, വളരെ കാണാൻ ഭയങ്കര സ്റ്റൈലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്പുട്ട് 1നെ 2 എന്നതുപോലെ ആക്കുക. ഞാൻ മുൻപുള്ള പാർട്ടിൽ പറഞ്ഞു, ഇവിടെ ഇത്രയേ മാറ്റുള്ളൂ. പർപ്പിൾ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് ബ്ലാക്ക് ആണുള്ളത്, പിങ്ക് ഉള്ള സ്ഥലത്ത് യെല്ലോ ആണുള്ളത്. ബ്ലാക്കിൻ്റെയും യെല്ലോയുടെയും സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പ്രവർത്തനത്തിലേക്ക് വരുന്നു. ഇവിടെ പർപ്പിൾ കൊടുത്ത സ്ഥലത്ത് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. പർപ്പിൾ എന്ന് പറയുന്നത് ബാക്ക് കൊടുക്കുന്നു, BLACK ബ്ലാക്ക് എന്ന് കൊടുത്തു. പിങ്ക് മാറ്റിയിട്ട് നമുക്കറിയാം ഇവിടെ യെല്ലോ ആണ് കൊടുക്കാൻ പറ്റുള്ളത്. പിങ്ക് മാറ്റിയിട്ട് നമ്മൾ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സിമ്പിൾ ആണെന്ന് വിചാരിച്ച് ഇവിടെ മാറ്റി കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു കോമയും അതുപോലെ ഈ ബ്രാക്കറ്റൊക്കെ നമ്മൾ എടുത്ത് ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം തെറ്റും കേട്ടോ. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത്, ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം. ഇനി ഇത്രയേ വേണ്ടൂ. ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം സേവ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് റൺ മൊഡ്യൂൾ കൊടുത്തിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. റൺ മൊഡ്യൂൾ. ഓക്കെ, നമ്മുടെ പ്രവർത്തനം ഇവിടെ ചെയ്ത് വളരെ രസകരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഔട്ട്പുട്ടിൽ പറഞ്ഞ അതേ സംഭവം തന്നെ നമുക്കിവിടെ കിട്ടി. അതിനർത്ഥം നമ്മൾ ഈ ഒരു പ്രവർത്തനം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത് എന്നാണ്. നമ്മുടെ ഫോക്കസ് പോയിന്റിലെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു PDF ഉണ്ട്. ആ ഒരു PDF നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫോക്കസ് പോയിന്റിലെ എല്ലാ വീഡിയോകളും അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ്, നമ്മൾ ചെയ്ത വീഡിയോകളാണ് കേട്ടോ, നെക്സ്റ്റ് വേൾഡ് കപ്പ് ചെയ്ത വീഡിയോകൾ അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വീഡിയോ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഫോക്കസ് പോയിന്റിലെ ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ദർശിത്, സൈനിങ് ഓഫ്. Goodbye.